അസുഖങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ശരീരമാണ് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത്തരത്തിൽ രോഗങ്ങളെയും മറ്റു ദോഷങ്ങളെയും അകറ്റി അനുഗ്രഹം ചൊരിയുന്ന ഒരു ക്ഷേത്രമാണ് വൈദീശ്വരൻ കോവിൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ നിരവധി പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടത്തെ ജടായുകുണ്ഡം. രാമായണ കാലം മുതൽ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണിത്. സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടു പോകവേ ജടായു രാവണനുമായി യുദ്ധത്തിലേർപ്പെട്ടു. സീതാദേവിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജടായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. മരണാസന്നനായ ജടായു ശ്രീരാമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം മൃത്യുവരിച്ചു. ജടായുവിനെ സ്വന്തം സഹോദരനായി കരുതി ശ്രീരാമൻ ജടായുവിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയത് വൈദീശ്വരൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത്രേ. ജടായുവിനെ ദഹിപ്പിച്ച സ്ഥലം ജടായുകുണ്ഡം എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൽ കാണാം. വൈദീശ്വരൻ കോവിലിന്റെ ആദ്യകാല നാമം പുള്ളിറുക്ക് വേലൂർ എന്നായിരുന്നു. ഇതിൽ പുള്ള എന്നത് പക്ഷിശ്രേഷ്ഠനായ ജടായുവിനെയാണ് സൂചിപ്പിക്കുന്നത്.